അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ അടുത്ത ചാപ്റ്ററിൻ്റെ പേരാണ് പവർ ആൻഡ് പൊളിറ്റിക്സ് ഇൻ ഓർഗനൈസേഷൻ. അതായത് ഓർഗനൈസേഷനിൽ പവറും പിന്നെ പൊളിറ്റിക്സ് എങ്ങനെയാണുള്ളത്, അതിൻ്റെ റോൾ എന്ത് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് തന്നെ പറയുന്നത് പവറിന് മേജറായിട്ട് 5 സോഴ്സസ് ഉണ്ട്. 5 സോഴ്സസ് ഏതെന്ന് വെച്ചാൽ ഈ സോഴ്സസ് ഫ്രഞ്ച് സ്കോളേഴ്സാണ് ഈ സോഴ്സസിനെ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ പവറാണ് ലെജിറ്റിമേറ്റ് പവർ. ലെജിറ്റിമേറ്റ് പവർ എന്ന് എങ്ങനെ വരുമ്പോൾ ലെജിറ്റിമേറ്റ് പവർ എന്ന് വെച്ചാൽ അത് നമ്മളെ പൊസിഷൻ അല്ലെങ്കിൽ നമ്മളെ ടൈറ്റലിൻ്റെ ബേസ് ആയിട്ട് പവർ വരും. ഇപ്പോൾ മാനേജർ അതാണ് ലെജിറ്റിമേറ്റ് പവർ, അല്ലെങ്കിൽ ബോസ് അതാണ് ലെജിറ്റിമേറ്റ്. അപ്പോൾ റിവാർഡ് പവർ എന്ന് വെച്ചാൽ പ്രൊമോഷൻസ് അല്ലെങ്കിൽ ബോണസസ് ഇതെല്ലാം റിവാർഡ് പവറിൽ വരും. പിന്നെ വരുന്നതാണ് കോയറസീവ് പവർ എന്ന് വെച്ചാൽ പണിഷ്മെൻറ്റോ അല്ലെങ്കിൽ റിവാർഡ് വിത്ത് ഹോൾഡ് ചെയ്യാൻ അങ്ങനത്തെ എല്ലാ പവർ ഉണ്ടാവലാണ് കോഹറസീവ് പവർ. നെക്സ്റ്റ് ആണ് എക്സ്പേർട്ട് പവർ എന്ന് വെച്ചാൽ നല്ല നോളജ് പിന്നെ സ്കിൽസ് പിന്നെ ലേണിംഗ് ഇതെല്ലാം ഉണ്ടാവലാണ്, സ്റ്റഡി ഇതെല്ലാം ഉണ്ടാവലാണ് എക്സ്പേർട്ട് പവർ. പിന്നെ അഞ്ചാമത്തതാണ് റിഫറൻറ്റ് പവറിൽ പറയുന്നത് പീപ്പിൾ ഫോളോ യു ബിക്കോസ് ദേ ലൈക്ക് ആൻഡ് റെസ്പെക്ട് യു, ട്രസ്റ്റ് ആൻഡ് പേഴ്സണൽ കണക്ഷൻ മാറ്റർ. ഇതിൽ മറ്റേ റെഫറൻറ്റ് പവറിൽ നമുക്ക് ട്രസ്റ്റ് പിന്നെ പേഴ്സണൽ കണക്ഷൻ ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ് റെഫറൻറ്റ് പവർ വരല്. പിന്നെ പറയാനുള്ളതാണ് പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ എന്ത്? പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ ആക്ഷൻസ്, ഇൻഫ്ലുവൻസ് ഇൻ ആക്ഷൻസ്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ ആക്ഷൻ. അപ്പോൾ അതെന്നും ബാഡാവണമെന്നില്ല, അതെന്നും മോശമാവണമെന്നില്ല, എന്നും നല്ലതാവണമെന്നും ഇല്ല. അപ്പോൾ പൊളിറ്റിക്സിന് രണ്ട് ഫങ്ഷൻസ് ഉണ്ട്, 2 ടൈപ്സ് ഉണ്ട്. ഫങ്ഷണൽ പൊളിറ്റിക്സ് അത് മറ്റേ ടീം കമ്പനി ഗോൾസ് ഇതെല്ലാം മറ്റേ ഫങ്ഷണൽ പൊളിറ്റിക്സിൽ വരും. പിന്നെ ഡിസ്ഫങ്ഷണൽ പൊളിറ്റിക്സ് അത് സ്വയം ബെനിഫിറ്റ്സ് മാത്രം, സെൽഫ് ബെനിഫിറ്റ്സ് മാത്രം, അല്ലെങ്കിൽ ആൾക്കാരെ ഹേർട്ട് ചെയ്യാൻ പോലും ഡിസ്ഫങ്ഷണൽ പൊളിറ്റിക്സ് സാധ്യമാണ്. പിന്നെ പറയാനുള്ളതാണ് എത്തിക്കൽ പൊളിറ്റിക്കൽ സ്റ്റെപ്സ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പാണ് സെറ്റ് ഗോൾസ് അലൈഡ് വിത്ത് ഓർഗനൈസേഷൻ. അതായത് ഓർഗനൈസേഷൻ ബേസ് ചെയ്തിട്ടാണ് ഗോൾസ് സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇൻഫ്ലുവൻസ് ആരാണ് ഭരിക്കുന്നതെന്ന് അറിയലാണ്. പിന്നെ ബിൽഡ് അലയൻസ് ഫെയർലി, അല്ലെങ്കിൽ നല്ല അലയൻസ് ഉണ്ടാക്കുക, നല്ല സഹോദര്യം ഉണ്ടാക്കൽ. പിന്നെ കമ്മ്യൂണിക്കേറ്റ് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്. പിന്നെ ആക്ട് വിത്തിൻ നോംസ്, അതായത് നോംസ് അനുസരിച്ചാണ് ആക്ട് ചെയ്യാറ്. പിന്നെ പറയാനുള്ളതാണ് ഇൻഫ്ലുവൻസ് ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ലീഡേഴ്സ് യൂസ് പ്രാക്ടിക്കൽ വേസ് ഇൻ ഇൻഫ്ലുവൻസ് അതേഴ്സ്. അപ്പോൾ സ്മാർട്ട് ലീഡേഴ്സ് യൂസ് പ്രാക്ടിക്കൽ വേസ് ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്. അതായത് സ്മാർട്ടായ ലീഡേഴ്സ്, നല്ല ലീഡേഴ്സ് കുറേ വേസാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തേതാണ് റാഷണൽ പെർസ്യൂഷൻസ്. പിന്നെ രണ്ടാമത്തത് ഇൻസ്പിറേഷണൽ അപ്പീൽസ്. മൂന്നാമത്തത് കൺസൾട്ടേഷൻ. നാലാമത്തെ എക്സ്ചേഞ്ച് ആൻഡ് അഞ്ചാമത്തതാണ് കോയലേഷൻ ബിൽഡിംഗ്. പിന്നെ പറയാനുള്ളതാണ് ഡൂസ് ആൻഡ് ഡോൺട്സ് ഓഫീസ് പൊളിറ്റിക്സ്. ഇതിൽ പറയാനുള്ളതാണ് ഡു ഓർ ഡോണ്ട് എന്ന് വെച്ചാൽ എന്താണ്, ഓഫീസ് പൊളിറ്റിക്സിൽ എങ്ങനെയാണത് ഡു ആൻഡ് ഡോണ്ട് ഡു. ഓഫീസ് പൊളിറ്റിക്സിൽ എങ്ങനെയാണ് ഡു ആൻഡ് ഡോണ്ട് ഡു യൂസ് ചെയ്യുന്നതെന്നാണ്. ഡു എന്ന് പറയുമ്പോൾ ബിൽഡ് യുവർ നെറ്റ്വർക്ക് ഏർലി, നല്ല നെറ്റ്വർക്ക് ഉണ്ടാക്കുമല്ലോ. പിന്നെ പറയുന്നതാണ് അണ്ടർസ്റ്റാൻഡ് ഇൻഫോർമൽ ഇൻഫ്ലുവൻസസ്, അതായത് ഇൻഫ്ലുവൻസസിനെ മനസ്സിലാക്കൽ. പിന്നെ ഹെൽപ്പ് അതേഴ്സ് ഫസ്റ്റ്. പിന്നെ കീപ്പ് ഇൻറ്റഗ്രിറ്റി. പിന്നെയാണ് ഡോക്യുമെൻ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. പിന്നെ പറയുന്നതാണ് റിലേ ഓൺലി ഓൺ ഡോണ്ട് ഡു ഓഫീസ് പൊളിറ്റിക്സിൽ പറയുന്നതാണ് റിലേ ഓൺലി ഓൺ അതോറിറ്റിയിൽ മാത്രം റിലേ ചെയ്യാൻ. പിന്നെ ഗോസിപ്പ് ആൻഡ് സ്പ്രെഡ് റൂമേഴ്സ്, ബേൺ ബ്രിഡ്ജസ്, ബ്രേക്ക് എത്തിക്കൽ റൂൾസ് ആൻഡ് പിന്നെയാണ് ട്രൈ ടു കൺട്രോൾ എവറിത്തിങ്. എല്ലാ വസ്തുവും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. പിന്നെയാണ് എത്തിക്കൽ ലീഡർഷിപ്പിൽ പറയുന്നതാണ് ഗുഡ് ലീഡേഴ്സ് ആർ ഡെവലപ്പ് അതേഴ്സ് ത്രൂ മെൻറ്ററിങ് ആൻഡ്
ഒരു മെൻറ്ററിങ് പിന്നെ ഓപ്പർച്യൂണിറ്റീസ് കൊടുത്ത് നൽകിയിട്ടാണ് വേറെ ആൾക്കാരെ ഡെവലപ്പ് ചെയ്യൽ. പിന്നെ നല്ല സൈക്കോളജിക്കൽ സേഫ്റ്റി യൂസ് ചെയ്യും, പിന്നെ ട്രാൻസ്പെറൻസി പ്രൊമോട്ട് ചെയ്യും, പിന്നെയാണ് ഇൻക്ലൂസിവിറ്റി, നല്ല ടീംസിനെ ബിൽഡ് ചെയ്യാൻ സാധിക്കും, നല്ല എക്സാമ്പിൾസ്, ആക്ഷൻസ്, പിന്നെ ഡിസിഷൻസ് എല്ലാം വെച്ചിട്ട് ലീഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറയുന്നത് ആക്ഷൻ സ്റ്റെപ്സിൽ പറയുന്നതാണ് നല്ല പവർ സ്ട്രെങ്ത് യൂസ് ചെയ്യൽ, പിന്നെ നെറ്റ്വർക്ക് ഫസ്റ്റ് തന്നെ മാപ്പ് ചെയ്യൽ, അതായത് ഫസ്റ്റ് തന്നെ ടേബിൾ ചെയ്ത് വെക്കൽ, പിന്നെയാണ് നല്ല എത്തിക്കൽ വേ കണ്ടെത്തൽ, പിന്നെ ബോസിനെ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എത്തിക്കലായ വേസ് കണ്ടെത്തൽ. അപ്പോൾ ഇന്നത്തെ ഈ ചാപ്റ്റർ പറഞ്ഞതാണ് പവറും പിന്നെ പൊളിറ്റിക്സ് അത് ഓർഗനൈസേഷനിലെ ഭാഗമാണ്. പിന്നെ ഇത് നല്ല ലീഡേഴ്സാണ് എൻഗേജ് ചെയ്യേണ്ടത്, പിന്നെ നല്ല വയസ്സായിട്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ ഈ പാഠത്തിൽ പറഞ്ഞത്. അപ്പോൾ അടുത്ത പാഠത്തിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.